ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷനെ പറ്റി പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടർ ഡയറിയിൽ ഹൗ ടു രജിസ്റ്റർ ആസ് ആൻ ഇലക്ട്രിക്കൽ വയർമാൻ അപ്രൻറ്റീസ് അണ്ടർ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ എന്ന് പറഞ്ഞൊരു പാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ വരുന്നത്. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ് പാസ്സായവർക്ക് ഇപ്പോൾ പലരും വയറിങ് ഫീൽഡിൽ തന്നെ ഇതായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പണികൾ നല്ലോണം അറിയാൻ പറ്റും. എന്നാൽ അവർക്ക് ഫർദർ ഒരു ലൈഫിൽ പുതിയ കാര്യങ്ങളും അല്ലെങ്കിൽ അടുത്ത ഹൈ ലെവലിലേക്ക് പോകാൻ വേണ്ടി പലപ്പോഴും തടസ്സമാവുന്നത് സർട്ടിഫിക്കറ്റുകളാണ്. അപ്പോൾ ഒരു 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരാൾ, പാസ്സായി എന്ന് പറയുന്നില്ല, കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് കഴിഞ്ഞ ഒരാൾ, തത്തുല്യമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ഒരാൾ വയറിങ് വർക്ക്, ഇലക്ട്രിക്കൽ റിലേറ്റഡ് വർക്കുകൾ പലരും ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്നൊരു കാര്യമാണ് ഈ അപ്രൻറ്റീസ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ. കാരണം അവർക്ക് വയർമാൻ ലൈസൻസ്, അതായത് ആദ്യപടിയാണ് ഇലക്ട്രിക്കൽ ഫീൽഡിലൊരു നമുക്കൊരു അംഗീകാരം കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് അംഗീകൃതമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് നമ്മുടെ കയ്യിൽ വരിക എന്നുള്ളതാണ് ഈ വയർമാൻ പെർമിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വയർമാൻ പെർമിറ്റ്, വയർമാൻ ലൈസൻസ് കിട്ടാൻ വേണ്ടിയുള്ള ആദ്യപടിയാണ് അപ്രൻറ്റീസ് രജിസ്ട്രേഷൻ. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഇവിടെ അല്ലെങ്കിൽ അതിനുള്ള സമയമായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അതാത് ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലും നമുക്കിതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി, ഒരു കോൺട്രാക്ടറിൻ്റെ അണ്ടറിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള സമയം ഇതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ വായിക്കുക. മേൽവിഷയത്തിൽ താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. 2025-26 വർഷത്തിലെ 2025-26 വയർമാൻ അപ്രൻറ്റീസ് രജിസ്ട്രേഷൻ ജനുവരി 1 മുതൽ മാർച്ച് 20 വരെ ആട്ടോ ഇതിൻ്റെ സമയമുള്ളത്. അപ്പോൾ ഈ ടൈം നമ്മൾ സംരക്ഷ സോഫ്റ്റ്വെയർ മുഖേന നമുക്ക് നടത്താവുന്നതാണ്. അപ്പോൾ ഇതിൽ ഡൗട്ടുള്ളവർ വാട്സാപ്പ് ചെയ്താൽ മതി. നമുക്ക് അതിനുള്ള കോൺടാക്ട്സ് തരാം, നമുക്ക് ചെയ്യാൻ എളുപ്പമാക്കി തരാനുള്ള മാർഗ്ഗമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഏതെങ്കിലും കോൺട്രാക്ടറിൻ്റെ അണ്ടറിലായിരിക്കണം രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ ഇൻസ്പെക്ടർ ഡയറിയിൽ കൊടുത്തേക്കുന്നത്. അതിൽ ചെയ്യേണ്ട, നിങ്ങൾക്ക് തന്നെ ഓൺലൈൻ ചെയ്യാവുന്ന കേസേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓൺലൈൻ ഫീ എത്രയാണെന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇൻസ്പെക്ടർ ഡയറിയിൽ തന്നെ ഉണ്ട്. അതിൻ്റെ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ ഫീസ് എടുത്ത് പറയാത്തത്. ഇപ്പോൾ ഇത് 2024 ഡയറിയാണ്. അപ്പോൾ അതിൻ്റെ ഹെഡ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ സംരക്ഷ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉണ്ടാവും ഇതിൻ്റെ കേസുകൾ. പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഒരു അറ്റസ്റ്റഡ് കോപ്പിയും പിന്നെ SLC അതിൻ്റെ തത്തുല്യമായിട്ടുള്ള അതിൻ്റെ അറ്റസ്റ്റഡ് കോപ്പി എന്ന് പറയില്ല, കോപ്പിയാണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറിൻ്റെ അണ്ടറിലായിരിക്കും ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ B ക്ലാസ്സോ A ക്ലാസ്സോ കോൺട്രാക്ടറായിരിക്കും രജിസ്റ്റർ ചെയ്യേണ്ടത്. C ക്ലാസ്സിനും രജിസ്റ്റർ ചെയ്യാം. C ക്ലാസ്സിന് പക്ഷേ മാക്സിമം 2 പേരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. B ക്ലാസ് കോൺട്രാക്ടർമാരാണെങ്കിൽ അവരുടെ കയ്യിൽ എന്തായാലും മിനിമം രണ്ട് പേരെന്ന് പറഞ്ഞാൽ എത്ര ഒരു B ക്ലാസ് കോൺട്രാക്ടറിൻ്റെ എത്ര വയർമാന്മാരുണ്ട്, അതായത് ഈ ITI കഴിഞ്ഞിട്ടുള്ള വയർമാൻ ലൈസൻസ് ഉള്ള വയർമാന്മാരുണ്ടോ അത്രയും തന്നെ അപ്രൻറ്റീസുകളെയും രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ 25 kW അല്ലെങ്കിൽ 50 kW B ക്ലാസ് ലൈസൻസ് ഉള്ള ഒരു കോൺട്രാക്ടർ അണ്ടറിൽ 2 വയർമാന്മാരായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ടീമുകളുടെ അണ്ടറിൽ നമുക്ക് ഒരു 2 വയർമാന്മാരായിരിക്കും, 2 അപ്രൻറ്റീസ് വയർമാന്മാരായിരിക്കും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങളുടെ പോലത്തെ കോൺട്രാക്ടേഴ്സ്, ഇപ്പോൾ ഞങ്ങൾ 250-ലേക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ഇതിൽ 7ഓളം വയർമാന്മാരുണ്ട്. ശരിക്കും 4 പേര് മതി, നമ്മൾ കുറച്ച് പേരെ കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 7ഓളം വയർമാന്മാരുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അണ്ടറിൽ 7 പേരെ വരെയൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇതിൽ എഴുതിയേക്കുന്നത്. ഇനി ഇത് രജിസ്റ്റർ ചെയ്താൽ എന്തിനാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 1 ഇയർ അപ്രൻറ്റീഷിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് വയർമാൻ എക്സാമിനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള അംഗീകാരം ഇതിൻ്റെ അടുത്ത് കിട്ടും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഈ ഒരു സമയം പാഴാക്കാതെ നമ്മൾ എത്രയും പെട്ടെന്ന് ആരുടെയെങ്കിലും ഉണ്ടല്ലോ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വയർമാൻ എക്സാമിനേഷൻ ഉണ്ടാവും, പ്രാക്ടിക്കൽ ഉണ്ടാവും. അത് എഴുതാനുള്ള എലിജിബിലിറ്റി ആകും നമുക്ക്. അങ്ങനെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വയർമാൻ എക്സാമിനേഷൻ എഴുതി പാസ്സായി അതിന് ശേഷം അതിൻ്റെ പ്രാക്ടിക്കലും ഉണ്ടാവും. അതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് വയർമാൻ ലൈസൻസ് കിട്ടുന്നു. അപ്പോൾ ഇനി വയർമാൻ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാലുള്ള പിന്നുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എങ്കിലും അതിൻ്റെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ വീണ്ടും ഏതെങ്കിലും കോൺട്രാക്ടർ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിടാം.
അതിൻ്റെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ലെങ്കിൽ സി ക്ലാസ് കോൺട്രാക്ട് ലൈസൻസ് നമുക്ക് എടുക്കാൻ പറ്റും. സി ക്ലാസ് കോൺട്രാക്ട് ലൈസൻസ് എന്താണെന്നുള്ളതും അതിൻ്റെ ഗുണഗണങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വർക്ക് ചെയ്യുന്നവർക്ക് തന്നെ പേപ്പർ വർക്ക് ചെയ്യാനുള്ളൊരു അവസരമാണ് ഈ സി ക്ലാസ് കോൺട്രാക്ട് ലൈസൻസ്. അതുകൂടാതെ തന്നെ നമുക്ക് വയർമാൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വയർമാൻ ലൈസൻസ് കിട്ടിയതിന് ശേഷം ഏതെങ്കിലും കോൺട്രാക്ട് അണ്ടർ രജിസ്റ്റർ ചെയ്ത് 4 വർഷം അല്ല ഐ മീൻ 3 വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബി ക്ലാസ് സൂപ്പർവൈസർ എക്സാമിനേഷനും വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. അതായത് ഇലക്ട്രിക്കൽ ഫീൽഡിൽ തന്നെ നിങ്ങൾക്ക് പിടിച്ച് നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതീവ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ, പഠിക്കാൻ തയ്യാറുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഇതിൽ ഏത് റേഞ്ചിലേക്കും കയറി പോകാം. കുറച്ച് സമയം എടുക്കുമെങ്കിലും നമുക്ക് പഠിച്ച് കയറി പോകാമെന്നുള്ള സാധനമാണ്. ഇതിൽ പ്രായം ഒരു വിഷയമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് പഠിക്കാനുള്ള മനസ്സാണ് മെയിൻ സംഭവം എന്നുള്ള കാര്യങ്ങളും കൂടി ഇതിൻ്റെ അകത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത് മറക്കാതെ എല്ലാവരും നോക്കുക. വയർമാൻ അപ്രൻറ്റീസായിട്ട് രജിസ്റ്റർ ചെയ്യാൻ ജനുവരി 1 മുതൽ മാർച്ച് 20 വരെയാണ് സമയമുള്ളത്. സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് ആരുടെയെങ്കിലും ഉണ്ടല്ലോ രജിസ്റ്റർ ചെയ്യുക. 1 വർഷം പോകുന്നത് നമ്മൾ പോലും അറിയില്ല, അങ്ങനെ പെട്ടെന്ന് തീരും. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എക്സാമിനേഷൻ അതിനിടയിൽ പ്രിപ്പയർ ചെയ്യുക. എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്താൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. പഠിച്ച് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഞാൻ അതിന് സഹായകരമായിട്ടുള്ള കുറേ വീഡിയോസ് എൻ്റെ പ്ലേലിസ്റ്റിൽ തന്നെ കിടക്കുന്നുണ്ട്. വയർമാൻ എക്സാമിനേഷൻ എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറേയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാനൊരു 600 1000-ഓളം ക്വസ്റ്റ്യൻസ് ഞാൻ അതിൽ തന്നെ സോൾവ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾ രീതിയിലും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ താല്പര്യത്തോടെ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാൻ. ഞാൻ എൻ്റെ വാട്സാപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം, ഇതിൻ്റെ കമൻറ്റിൽ കൊടുക്കാം.